ജാതി വർണ്ണ അധിക്ഷേപത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഡോക്ടർ RLV രാമകൃഷ്ണൻ. സത്യഭാമ കലാകേരളത്തിന്റെ ശാപമാണ്. വർഷങ്ങളായി സത്യഭാമയിൽ നിന്ന് ദ്രോഹങ്ങൾ ഏറ്റുവാങ്ങുകയാണ് താനെന്നും രാമകൃഷ്ണൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. സംസ്ഥാനത്തുടനീളം രാമകൃഷ്ണന് മോഹിനിയാട്ട വേദികൾ ഒരുക്കുമെന്ന് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചു. യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സത്യഭാമ വിവാദ പരാമർശം നടത്തിയത്. രാമകൃഷ്ണനെതിരെ ജാതി വർണ്ണ വിവേചനാധിക്ഷേപം ചൊരിഞ്ഞതായിരുന്നു അഭിമുഖം. ഇതിനെതിരെ രാമകൃഷ്ണൻ രംഗത്തെത്തി. തീർച്ചയായിട്ടും ഇതൊരു നിയമ നടപടികളിലേക്ക് പോകേണ്ടതുണ്ട്. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ കറുത്ത വർഗ്ഗക്കാരോടും കറുത്ത കലാകാരന്മാരോടും ചെയ്യുന്ന ഏറ്റവും വലിയൊരു അവഗണന തന്നെയാണ് ഇവരുടെ ഭാഗത്തുനിന്നത്. സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതി വർണ്ണ വിവേചനത്തിന്റെ പ്രതിഫലനമാണ് സത്യഭാമയുടെ പ്രസ്താവനയെന്ന് രാമകൃഷ്ണൻ പ്രതികരിച്ചു. സത്യഭാമയുമായി കഴിഞ്ഞ 6 വർഷമായി കേസുകൾ നടത്തുന്നുണ്ട്. കലാമണ്ഡലത്തിലെ പഠനകാലം മുതൽ സത്യഭാമയിൽ നിന്നും നിരവധി ദ്രോഹങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും രാമകൃഷ്ണൻ പറയുന്നു. നമുക്കറിയാം, ഈ കറുത്തവൻ എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായി അതൊരു ജാതിയുടെ ഭാഗമായിട്ട് തന്നെ സംസാരിക്കുന്നതാണ്. ഞാൻ മോഹിനിയാട്ടത്തിൽ ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും എനിക്ക് അവാർഡുകൾ കിട്ടുന്നതൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കിട്ടുന്നത് വളരെ മോശപ്പെട്ട സാഹചര്യത്തിലൂടെ വാങ്ങിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടും എന്നെ കലാമണ്ഡലത്തിൽ വെച്ച് പലവട്ടം ഇങ്ങനെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സത്യഭാമയുടെ അധിക്ഷേപത്തിനെതിരെ രാമകൃഷ്ണന്റെ പിന്തുണയുമായി ഡിവൈഎഫ്ഐ രംഗത്തെത്തി. സംസ്ഥാനത്തുടനീളം രാമകൃഷ്ണന് മോഹിനിയാട്ട വേദികൾ ഒരുക്കുമെന്ന് ഡിവൈഎഫ്ഐ പറഞ്ഞു. കേരളം തള്ളിക്കളഞ്ഞ ഇത്തരം വിഷജീവികളെ ശക്തമായി പ്രതിരോധിക്കേണ്ടതുണ്ട്. ചാലക്കുടിയിൽ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടിയിൽ RLV രാമകൃഷ്ണൻ്റെ മോഹിനിയാട്ടം ഉൾപ്പെടെ അരങ്ങേറും എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ്. റിപ്പോർട്ടർ, തൃശൂർ.